ഹായ് എസ് എസ് സി സീജൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ 10ാമത്തെ സെഷനാണിത്. ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് കുറെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ റിമൈനിങ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടില്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ വീഡിയോ ചാനലിൽ ചെന്ന് പ്ലേലിസ്റ്റിൽ നിന്ന് തന്നെ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇനി അങ്ങോട്ടുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് വരാതിരിക്കുന്ന സീജയുടെ എക്സാംസിൽ ആ ക്വസ്റ്റ്യൻസിനെ നല്ലപോലെ അപ്രോച്ച് ചെയ്യാനും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് അയക്കുന്നത് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യാൻ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. ഇനി വരാനിരിക്കുന്ന സെഷൻസ് ഒന്നും തന്നെ മിസ് ആവാതിരിക്കാൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. If a plus b equal to 11 and ab equal to 35, then what is the value of a power 4 plus b power 4? അപ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ a power 4 plus b power 4 നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. സോ നമ്മുടെ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയറുടെ ഹോൾ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എടുക്കാറുണ്ട്. പക്ഷേ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറുടെ ഹോൾ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് എ പവർ 4 പ്ലസ് ബി പവർ 4 പ്ലസ് 2 ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ. വേറെ ഒന്നുമില്ല, നമ്മുടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. അതിനെ തന്നെയാണ് നമ്മൾ ആ എയുടെയും ബിയുടെയും സ്ഥലത്ത് എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഈ ചോദിക്കുന്ന എ പവർ 4 പ്ലസ് ബി പവർ 4 കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ എ പവർ 4 പ്ലസ് ബി പവർ 4 ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർഡ് ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബിയുടെ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ ബി സ്ക്വയർ എന്നൊരു ആംഗിൾ. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് എ ബി 35 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറയുന്നത് 35യുടെ സ്ക്വയർ എന്ന് എടുത്താൽ മതി. പക്ഷെ ഇനി നമുക്ക് എന്ത് വേണം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വേണം. ആൻഡ് നമുക്ക് എ പ്ലസ് ബി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ടുവരാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എടുക്കാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 11 ആണ്. സോ 11ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇപ്പൊ 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഓൾറെഡി എ ബി നമുക്ക് തന്നിട്ടുണ്ട് 35 ആണെന്ന്. സോ അവിടെ 35 എന്ന് എടുക്കാം. സോ 2 ഇൻറ്റു 35 70 എന്ന് വരും. 11ന്റെ സ്ക്വയർ 121 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറുടെ വാല്യൂ എന്ന് പറയുന്നത് 11ന്റെ സ്ക്വയർ 121 മൈനസ് 2 ഇൻറ്റു 35 70. സോ 121 മൈനസ് 70 നമുക്ക് 51 എന്ന് വരും. സോ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറുടെ വാല്യൂ അറിയാം, നമുക്ക് എ ബിയുടെ വാല്യൂ അറിയാം. സോ എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കത് 51ന്റെ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബിയുടെ ഹോൾ സ്ക്വയർ. സോ 35യുടെ സ്ക്വയർ എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ 51ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2601 ആണ്. മൈനസ് 35യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 35 സ്ക്വയർ എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 25ഉം 3 ഇൻറ്റു 4 12ഉം ആണ്. ഇനി അതിന്റെ ഡബിൾ ആണ് 2 ഇൻറ്റു 35 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെയും ഡബിൾ. സോ 12ന്റെ ഡബിൾ 24ഉം 25യുടെ ഡബിൾ 50ഉം. സോ 2450. സോ ഇത് രണ്ടുകൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ ഇത് രണ്ടുകൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് 2000 ആദ്യം കളയാം. 600 നിന്ന് 400 മൈനസ് ചെയ്താൽ 200. 200 എന്നൊരു 50 കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 150 വരും. പിന്നെ ഇവിടുന്ന് ഒരു 1 കൂടി വരുമ്പോൾ 151 എന്ന ആൻസർ വരും. സോ ഫൈനൽ ആൻസർ 151. ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, 2 numbers are in the ratio of 6:5. If their HCF is 3, then what is the LCM of 2 numbers? അപ്പോൾ 2 നമ്പേഴ്സിന്റെ റേഷ്യോയും അതിന്റെ HCF തന്നിട്ടുണ്ട്. LCM കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ LCM എന്ന് പറഞ്ഞാൽ HCF ഇൻറ്റു ആ റേഷ്യോസ് എന്നങ്ങ് എടുത്താൽ മതി. വളരെ പെട്ടെന്ന് ആൻസർ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മുടെ HCF എന്ന് പറയുന്നത് 3 ആണ്. അതിന്റെ ആ റേഷ്യോസ് എന്ന് പറയുന്നത് 6 ഇൻറ്റു 5. 6ഉം 5 ആണ്. അതിന്റെയും പ്രൊഡക്റ്റ് ആണ് എടുക്കേണ്ടത്. റേഷ്യോസിന്റെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 ഇൻറ്റു 5 30, 30 ഇൻറ്റു 3 നമുക്ക് 90 എന്ന ആൻസർ വരും. സോ LCM 90. നോക്കിയാൽ വളരെ പെട്ടെന്ന് ആൻസർ വന്നു 90. സോ യൂഷ്വലി ഒരുപാട് പേരും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആ നമ്പേഴ്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അതിന്റെ LCM കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്പേഴ്സ് എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല നമുക്ക് ആൻസർ എടുക്കാൻ വേണ്ടി. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതേ അപ്രോച്ച് യൂസ് ചെയ്യാൻ നോക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. A container contains 25 liter of milk. ഒരു കണ്ടെയ്നറിൽ 25 ലിറ്റർ മിൽക്ക് ഉണ്ട്. From this container 5 liter of milk is taken out and replaced by water. 5 ലിറ്റർ മിൽക്ക് പുറത്തെടുക്കുകയാണ്, എന്നിട്ട് അതിനെ വാട്ടർ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 ലിറ്റർ പുറത്തെടുത്ത് വാട്ടർ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ 25 ലിറ്റർ മിൽക്കിൽ നിന്ന് 5 ലിറ്റർ ഇനി പുറത്തെടുക്കുമ്പോൾ പിന്നെ 20 ലിറ്റർ മിൽക്കേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം 5 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോൾ അത് വീണ്ടും 25 ആവും. പക്ഷെ
മിൽക്ക് എത്രയേ ഉള്ളൂ 20 ഉള്ളൂ. ഇനി ഇതിന് ശേഷം ഇതേ പ്രോസസ്സ് 2 വട്ടം റിപ്പീറ്റ് ചെയ്യുക. പക്ഷേ ഇനിയുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ മിൽക്ക് മാത്രമായിരിക്കത്തില്ല വരുന്നത്, അവിടെ എന്തും കാണും, നമ്മുടെ വാട്ടർ കൂടി കാണും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെയും ഈ മിൽക്കും വാട്ടർ കൂടി നമ്മൾ പുറത്തെടുക്കും, അതിനുശേഷം വാട്ടർ വെച്ച് റീപ്ലേസ് ചെയ്യും, വീണ്ടും പുറത്തെടുക്കും, വാട്ടർ വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യമേ നമുക്ക് 5 ലിറ്റർ മിൽക്ക് മാറ്റി എന്ന് പറയാം, പക്ഷെ അതിന് ശേഷമുള്ളത് നമുക്ക് എക്സാക്ട് ആയിട്ട് പറയുക അല്ലെങ്കിൽ അതിനെ എക്സാക്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം സമയം പോകും. ഓക്കെ, സോ വളരെ പെട്ടെന്ന് അതിനെ എടുക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് അവിടെ ചോദിച്ചേക്കുന്ന അവസാനം ഈ ഒരു പ്രോസസ്സിന് ശേഷം അവിടെ എത്ര മിൽക്ക് ബാക്കിയുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആ റിമൈനിങ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ആദ്യമേ ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളത് എടുക്കുക, ദെൻ ഇൻറ്റു 1 മൈനസ് അവിടുന്ന് ഈ മാറ്റുന്ന ക്വാണ്ടിറ്റി, റീപ്ലേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അതിനെ നമ്മൾ 6 എടുക്കുകയാണ്, ബൈ അവിടുത്തെ ടോട്ടൽ റേസ് ടു എത്ര വട്ടമാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ ആൻസർ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടുത്തെ കേസിലേക്ക് വരുമ്പം നമുക്ക് 25 ആണ് ടോട്ടൽ ഉള്ളത്, ഇൻറ്റു 1 മൈനസ് അവിടെ റീപ്ലേസ് ചെയ്യുന്ന 5 ലിറ്റർ വെച്ചാണ് മൊത്തം 25 ലിറ്റർ ആയിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്. ആൻഡ് മൊത്തം എത്ര വട്ടം ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ റിപ്പീറ്റഡ് 2 ടൈംസ് എന്നാണ് പറയുന്നത്, പക്ഷെ റിപ്പീറ്റ് ചെയ്യുവാണ് 2 ടൈംസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വട്ടം ചെയ്തു, അതിനുശേഷം പിന്നെ 2 വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര വട്ടം ആകുന്നുണ്ട്? 3 വട്ടം ആകുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നമുക്ക് 25 ഇൻറ്റു നമുക്ക് ഇവിടുന്ന് ഇത് 20/25 എന്ന് വരും. ഇവിടുന്ന് 20/25 എന്ന് പറയുമ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യുമ്പം 20/25 ഓക്കെ, നമുക്കതൊന്ന് എഴുതി ക്യാൻസൽ ചെയ്യാം. 20/25 റേസ് ടു നമുക്കവിടെ 3 എന്ന് വരുന്നുണ്ട്. സോ ഇവിടെ നിന്ന് 20/25 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ 4 എന്നും ഇവിടെ താഴെ 5 എന്ന് വരും. അത് 3 ടൈംസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് എടുക്കുകയാണെങ്കിൽ 25 ഇൻറ്റു 4/5 ഇൻറ്റു 4/5 ഇൻറ്റു 4/5. സോ അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 5 25 ആണ്. സോ 25 ക്യാൻസൽ ആയി. 4 ഇൻറ്റു ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്, ഡിവൈഡഡ് ബൈ 5. സോ 64നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വട്ടം പോകും, ദെൻ റിമൈൻഡർ 1 14ൻ്റെ അകത്ത് 2 വട്ടം പോകും, ദെൻ റിമൈൻഡർ 4 14ൻ്റെ അകത്ത് 5 എന്ന് പറയുന്നത് 0.8. സോ 12.8 ലിറ്റർ ആയിരിക്കും നമുക്കവിടെ ബാക്കി മിൽക്ക് വരുന്നത്. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി 12.8 ലിറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 12.8. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അഗൈൻ ഒരു ഓൾജിബ്രയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സിംപ്ലിഫിക്കേഷൻ പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമുക്ക് പറയുന്നത് x പ്ലസ് വൈ = 36 തന്നിട്ടുണ്ട്, എന്നിട്ട് x മൈനസ് 27ന്റെ ക്യൂബ് പ്ലസ് y മൈനസ് 9ന്റെ ക്യൂബ് ആണ് ചോദിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഏതൊരു x അല്ലെങ്കിൽ y ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. എങ്ങനെ? നമുക്ക് ഇവിടുന്ന് എക്സിനെ റീപ്ലേസ് ചെയ്യാം. ഇവിടുന്ന് നമുക്ക് x = 36 മൈനസ് y എന്ന് എടുക്കാൻ പറ്റും. എന്നിട്ട് അതെടുത്ത് നമുക്ക് ഇവിടെ എക്സിന്റെ പ്ലേസിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 36 മൈനസ് y മൈനസ് 27 ദി ഹോൾ ക്യൂബ് പ്ലസ് y മൈനസ് 9ന്റെ ക്യൂബ്. സോ ഇവിടുന്ന് 36 മൈനസ് 27 9 എന്ന് വരും. സോ 9 മൈനസ് y ദ ഹോൾ ക്യൂബ് പ്ലസ് y മൈനസ് 9 ദി ഹോൾ ക്യൂബ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ എന്താണോ ഉള്ളത് അതിന്റെ നേരെ റിവേഴ്സ് ആണ് ഇവിടെ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇത് പ്ലസും മൈനസും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആൻസർ 0 എന്നായിരിക്കും വരുന്നത്. വളരെ പെട്ടെന്ന് ആൻസർ വന്നു 0. ആൻഡ് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ഫിഗർ ഓൾറെഡി ഗിവൺ ആണ്. അവിടെ നമുക്ക് പറയുന്നത് എ ബിയും എ ഡിയും 7 എന്നാണ് പറയുന്നത്. അപ്പൊ എ ബി എന്ന് പറയുന്നത് 7ഉം എ ഡി എന്ന് പറയുന്നത് 7ഉം ആൻഡ് എ സി എന്ന് പറയുന്നത് 11ഉം അതേപോലെ ഇവിടെയും നമുക്ക് എ ഇ എന്ന് പറയുന്നതും 11 പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബി സി 11 പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഇതാണ് 11 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇ ഡി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഉറപ്പായിട്ട് ഇ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് നമുക്കിവിടെ എ സിയും എയും ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ പറഞ്ഞിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, ജസ്റ്റ് അതങ്ങ് റീപ്ലേസ് ചെയ്യാം. എനിവേസ് അതിന്റെ വാല്യൂ എന്തെങ്കിലും എക്സ് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇവിടുത്തെ വാല്യൂയും ഇവിടുത്തെ വാല്യൂ ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് രണ്ടും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഇത് 11 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതും എന്തായിരിക്കും? 11 ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി 11. അത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടെ SSC CGLയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു ചെയ്ത ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി വരാതിരിക്കുന്ന സെഷൻസിൽ നമുക്ക് ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. ആൻഡ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. ആൻഡ് CGLയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മൊത്തം തന്നെ പ്ലേലിസ്റ്റ് ആയിട്ട് ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്.
സോ ഡെഫിനറ്റ്ലി ചാനൽ വിസിറ്റ് ചെയ്ത് അത് അവിടെ നിന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. വേറെ സെഷൻസിൽ കൂടുതൽ ക്വസ്റ്റൻസ് ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.